വ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഢേ. ശരണമന്ത്രം പരിപാടിയിലേക്ക് സ്വാഗതം. അകത്തെ ബലിവട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ട് അഷ്ടദിക്പാലകന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അഷ്ടദിക്പാലകന്മാരെ എന്ന് പറയുന്നവരെ നമ്മുടെ ദ്വിമാനപ്രതീതിയുള്ള ഒരു ക്ഷേത്രസങ്കല്പത്തിൽ അല്ലെങ്കിൽ ദ്വിമാനത്തിൽ നീളവും വീതിയും മാത്രമുള്ള ഒരിതിൽ വരുന്നതാണ് അഷ്ടദിക്പാലകന്മാർ. ഇതിനെ ത്രിമാനമാക്കി മാറ്റുമ്പോൾ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സ്പേസിലേക്ക് ഇതിനെ കൊടുക്കുന്ന സമയത്ത് ഈ അഷ്ടദിക്പാലകന്മാരോടൊപ്പം തന്നെ നമ്മൾ ആകാശത്തിലായിട്ട് ബ്രഹ്മാവിനെയും അതുപോലെ തന്നെ പാതാളത്തിലായിട്ട് അനന്തനെയും നമ്മൾ കണക്കാക്കാറുണ്ട്. അങ്ങനെ 10 ബലിക്കല്ലുകളാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ അകത്തെ ബലിവട്ടത്തിൽ 10 ബലിക്കല്ലുകളാണ് വയ്ക്കുന്നത്. അഷ്ടദിക്പാലകന്മാരുമായി ബന്ധപ്പെട്ട് വരുന്ന 8 ബലിക്കല്ലുകളും മുഗൾ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ബലിക്കല്ലും അതുപോലെ തന്നെ പാതാളവുമായി ബന്ധപ്പെട്ട് വരുന്ന അനന്തനുമായി ബന്ധപ്പെട്ട് വരുന്ന ബലിക്കല്ലും. ഈ അഷ്ടദിക്പാലകന്മാർ നമ്മളെയെല്ലാം കാത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടാണ് നമ്മൾ പറയുന്നത്. ദിശകളിൽ നിന്ന് അവരെപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു. സാധാരണ നാടൻ രീതിയിൽ നമ്മൾ ഒരു കഥ പറയാറുണ്ട്. അഷ്ടദിക്പാലകന്മാർ നമ്മളെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ സമയത്തും അവർ നമ്മളോട് തഥാസ്തു തഥാസ്തു എന്ന് മന്ത്രിച്ചുകൊണ്ടാണ് അഷ്ടദിക്പാലകന്മാരിയ്ക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ അവരവിടെ ഇരുന്ന് തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളും ബാക്കിയുള്ളതും ഒക്കെ പറയുമ്പോഴും അഷ്ടദിക്പാലകന്മാർ മുകളിലിരുന്ന് നമ്മളോട് പറയുന്നത് തഥാസ്തു തഥാസ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ അയാൾക്കുള്ള വിഷമങ്ങൾ, എനിക്കെപ്പോഴും പൈസ ഇല്ലാതെയാണ്, എനിക്കെപ്പോഴും ബുദ്ധിമുട്ടാണ്, പൈസയ്ക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുകളിലിരുന്ന് അഷ്ടദിക്പാലകന്മാർ പറയുന്നത് തഥാസ്തു തഥാസ്തു എന്നാണ്, അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് വേറൊരാൾ എനിക്കെപ്പോഴും വയ്യ, ശരീരത്തിന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും മുകളിലിരുന്ന് അഷ്ടദിക്പാലകന്മാർ പറയുന്നത് തഥാസ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, ഇല്ലെങ്കിൽ എന്താണോ നമ്മൾ പുറത്തേക്ക് പറയുന്നത്, അത് പലപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണോ നല്ലത് മനസ്സിൽ ചിന്തിക്കുകയും നല്ലത് പുറത്തേക്ക് പറയുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിശ്വാസമാണ് അഷ്ടദിക്പാലകന്മാർ നമ്മുടെ ചുറ്റുമിരുന്ന് ഇത്തരത്തിൽ തഥാസ്തു എന്ന് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഷ്ടദിക്പാലകന്മാരും ബ്രഹ്മാവും അനന്തനും കൂടിയിട്ടുള്ള ഈ 10 ദിക്കുകളെ നമ്മൾ ദശദിക്കുകളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദശരഥൻ എന്നുള്ള പേര് വരുന്നത്. ദശരഥൻ എന്നുള്ള പേര് വരുന്നത് 10 ദിക്കിൽ നിന്ന് വന്ന് യുദ്ധം ചെയ്യുന്ന സമയത്തും. ദശരഥൻ സാധാരണ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി, അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി പോകാറുള്ളതാണ്. അപ്പോൾ 10 ദിക്കിൽ നിന്ന് വന്ന് യുദ്ധം ചെയ്താലും അവരെയെല്ലാം തൻ്റെ രഥത്തിൽ നിന്ന്, ദശരഥൻ എന്നുള്ള തൻ്റെ രഥത്തിൽ നിന്ന് അവരെ നേരിടാൻ കഴിയുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്നുള്ള പേര് ലഭിച്ചത്. അപ്പോൾ 10 ദിക്കുകളുള്ളതായിട്ടാണ് പറയുന്നത്. ഈ 10 ദിക്കുകൾ എന്ന് പറയുന്നത് വരുന്നത്
8 ദിക്കുകളും അതിനോടൊപ്പം നമ്മൾ അതിനെ മൂന്നാമത്തെ 3 ഡൈമെൻഷൻ, അതായത് നീളം, വീതി, ഉയരം എന്ന് പറയുന്നതിൽ ഉയരം കൂടി കണക്കിലെടുക്കുന്ന സമയത്ത് ത്രിമാനമാക്കുന്ന സമയത്താണ് നമ്മൾ ഈ 10 ദിക്കുകൾ പറയുന്നത്. ഈ 10 ദിക്കുകളിൽ നമ്മൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലെ വിശേഷ ചടങ്ങുകൾ, ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് പൊതുവിൽ നമ്മൾ ഈ ബലിക്കല്ലുകളിൽ വൈശ്യം തൂവുക എന്ന് പറയാറുണ്ട്. ബലി തൂവുന്ന ഏർപ്പാടുണ്ട്. അത് മഹാക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും ബലി തൂകുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഭാഗം എന്ന് പറയുന്നത് ദേവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന് പുറത്താണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. ദേവനെ പ്രദക്ഷിണം ചെയ്യുന്നത് ഈ അകത്തെ ബലിവട്ടത്തിന് പുറത്തായിട്ടാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. പ്രദക്ഷിണം ക്ഷേത്രത്തിൽ ചെന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു ഭക്തന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം എത്ര പ്രദക്ഷിണമാണ് ഓരോ ദേവനും എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്താണ് പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അംശുമതി ആഗമം എന്ന് പറയുന്ന ഒരു ആഗമത്തിൽ എന്താണ് പ്രദക്ഷിണം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പ്രചിദ്ധ്യതി ഭയാ സർവേ ധകാരോ മോക്ഷസിദ്ധിത ക്ഷികാരോ ക്ഷീയതേ രോഗോ നകാരശ്രീ പ്രദായകം എന്നാണ് പറയുന്നത്. പ്രചിദ്ധ്യതി ഭയാ സർവേ. പ്രദക്ഷിണം എന്നുള്ളതിൽ 4 അക്ഷരങ്ങളാണുള്ളത്. പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ 4 അക്ഷരങ്ങളാണുള്ളത്. ഇതിൽ എന്ന് പറയുന്നത് പ്രചിദ്ധ്യതി ഭയാ സർവേ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഭയങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതാണ്. പ്രചിദ്ധ്യതി ഭയാ സർവേ, ഭയങ്ങളെ മുഴുവൻ, സർവഭയങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് എന്ന് പറയുന്ന അക്ഷരം. ദകാരോ മോക്ഷസിദ്ധിത, എന്ന് പറയുന്ന അക്ഷരം മോക്ഷത്തിനെ കൊടുക്കുന്നതാണ്, ഭക്തന് മോക്ഷം കൊടുക്കുന്നതാണ്. ദകാരം, പ്രദക്ഷിണത്തിലെ ദകാരം എന്ന് പറയുന്നത് ഭക്തന് മോക്ഷം കൊടുക്കുന്നതാണ്. ക്ഷികാരോ ക്ഷീയതേ രോഗോ, എന്ന് പറയുന്നത് ക്ഷി എന്ന് പറയുന്നത് ക്ഷികാരോ ക്ഷീയതേ രോഗോ, രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്, രോഗങ്ങളെ ക്ഷീണിപ്പിക്കുന്നതാണ്, രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. നകാരശ്രീ പ്രദായകം, നകാരം എന്ന് പറയുന്നത് ശ്രീയെ കൊടുക്കുന്നതാണ്, ഐശ്വര്യത്തിനെ കൊടുക്കുന്നതാണ്. അതാണ് പ്രദക്ഷിണം എന്നുള്ള വാക്കിന് നമ്മൾ അംശുമതി ആഗമം പറയുന്ന നിർവചനം. അതാണ്. ഓരോ വാക്കുകൾക്കും ഓരോ നിർവചനങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ പ്രദക്ഷിണം എന്നുള്ള വാക്കിന് ഇതാണ് നിർവചനമായിട്ട് അംശുമതി ആഗമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നത്, ആസന്ന പ്രസവാനാരി തൈലപൂർണം യഥാഘടം വഹതി ശനൈകൈരാതി തഥാകുര്യാൽ പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. ആസന്ന പ്രസവാനാരി, ഒരു പ്രസവം അടുത്തിരിക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, തൈലപൂർണം യഥാഘടം, ഒരു തലയില് വളരെ വലിയ ഒരു കുടത്തില് നിറച്ച എണ്ണ എടുത്തുകൊണ്ട് എങ്ങനെയാണോ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുക, എങ്ങനെയാണോ അവർക്ക് നടക്കാൻ പറ്റുക, അതേപോലെ വളരെ സാവധാനമാണ് നമ്മൾ പ്രദക്ഷിണം നടത്തേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല ചെയ്യാറുള്ളത്. ഏറ്റവും വേഗത്തിൽ, അല്ലെങ്കിൽ വളരെ വേഗത്തിലാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യാറുള്ളത്. അങ്ങനെയല്ല പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പ്രദക്ഷിണം ചെയ്യേണ്ടത് വളരെ സാവധാനത്തിൽ, വളരെ മന്ദമന്ദമായി ദേവനെ മുഴുവൻ സമയവും മനസ്സിൽ, ആ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മുഴുവൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രദക്ഷിണം ചെയ്യാൻ. അതേപോലെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഒരു പ്രസവം അടുത്ത ഒരു സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു തലയിൽ എണ്ണയുള്ള ഒരു കുടം വെച്ചിട്ട് പതുക്കെ നടക്കുന്നതുപോലെ ആ ഒരു രീതിയിൽ, അത്രയും വേഗത്തിൽ മാത്രമേ നമ്മൾ പ്രദക്ഷിണം ചെയ്യാവൂ എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ ചെല്ലണു, അമ്പലത്തിൽ ചെന്ന വഴി നമ്മൾ എത്ര വേഗം പ്രദക്ഷിണം കഴിഞ്ഞ് പുറത്തേക്ക് പോരാൻ പറ്റുമോ അത്രയും വേഗം പുറത്തേക്ക് പോരണം എന്നുള്ള ധൃതിയിലാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യാറുള്ളത്. ആ ധൃതിയിലല്ല പ്രദക്ഷിണം ചെയ്യേണ്ടത്. വളരെ സാവധാനം ദേവനെ മനസ്സിൽ നല്ലപോലെ ധ്യാനിച്ചുകൊണ്ട് വളരെ സാവധാനമാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്.
ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതൊക്കെ സമയത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഫലം? പല സമയങ്ങളുണ്ട് നമുക്ക്, അല്ലേ? പൂർവാന്നം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം, അങ്ങനെ പല അന്നങ്ങളായിട്ട്. അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമയം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഓരോ സമയത്തും പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് കൂടുതൽ ഫലം ഉണ്ടാവുന്നത്, ഏതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പൂർവാന്യേ വ്യാധിനാശസ്യാൽ മധ്യാന്യേ വാഞ്ചതാർത്ഥകം സായാന്യേ സർവപാപഗ്നം അർദ്ധയാമേ വിമുക്തിദം എന്നാണ് പറയുന്നത്. പൂർവാന്യേ വ്യാധിനാശസ്യാൽ, പൂർവാന്നത്തില്, പൂർവാന്നം എന്ന് പറഞ്ഞാൽ രാവിലെ, പ്രഭാതത്തിലാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ വ്യാധി ഇല്ലാതെയാവലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാവുന്നത്. വ്യാധികളുള്ളവർ പൂർവാന്നത്തിൽ ദേവനെ പ്രദക്ഷിണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, മാറാവ്യാധികളുള്ളവർ, ഇല്ലെങ്കിൽ വ്യാധികൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളവർ പൂർവാന്നത്തിൽ പ്രഭാതത്തിൽ ദേവനെ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫലം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മധ്യാഹ്നേ വാഞ്ചിതാർത്ഥകം, മധ്യാഹ്നത്തിലാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ ഉച്ചസമയത്ത്. എല്ലാ അമ്പലങ്ങളും ഉച്ചസമയത്ത് തുറന്നിരിക്കില്ല, മഹക്ഷേത്രങ്ങളിൽ പലതും ഉച്ചസമയങ്ങളിൽ തുറന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ മധ്യാഹ്നേ വാഞ്ചിതാർത്ഥകം എന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ മധ്യാഹ്നത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതിന് കൂടുതൽ ഫലം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രോഗങ്ങളുള്ളത് കൂടുതൽ ഇല്ലാതെയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മധ്യാഹ്ന സമയത്താണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് സാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ സായാഹ്നത്തിൽ പറയുന്നത് സായാഹ്നേ സർവപാപഗ്നം എന്നാണ് പറയുന്നത്. സായാഹ്നത്തിലാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയാവുമെന്നാണ് പറയുന്നത്. സായാഹ്നത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അർദ്ധയാമേ വിമുക്തിദം, അർദ്ധരാത്രിയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മുക്തിദമായിരിക്കും. മുക്തിദമായിരിക്കും എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകുന്നതാണ്. അർദ്ധരാത്രിയുള്ള പ്രദക്ഷിണം മോക്ഷം നൽകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഏത് സമയത്തൊക്കെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നത്, പൂർവാന്യേ രാവിലെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പറയുന്നത് പൂർവാന്യേ വ്യാധിനാശസ്യാൽ, വ്യാധി ഇല്ലാതെയാക്കും എന്ന് പറയുന്നു. പൂർവാന്നത്തിലാണ് എന്നുണ്ടെങ്കിൽ വ്യാധി ഇല്ലാതെയാക്കും എന്ന് പറയുന്നു. മധ്യാഹ്നത്തിലാണെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ സായാഹ്നത്തിലാണ് എന്നുണ്ടെങ്കിൽ പാപങ്ങൾ ഇല്ലാതെയാക്കും എന്ന് പറയുന്നു. അതേപോലെ അർദ്ധരാത്രിയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മോക്ഷം ഉണ്ടാവും എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ എത്ര തവണ പ്രദക്ഷിണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഓരോ ദേവനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ പറയുന്നത് ഏകവിംശതി സംഖ്യാകാം ഉത്തമം പ്രദക്ഷിണം എന്ന് പറയുന്നത്, 21 പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. അതിലും മേലെ 108 പ്രദക്ഷിണം ചെയ്യുന്നത് അതിലും മഹത്തരമാണ്. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്തൻ ചെയ്യേണ്ട, ഒരു അമ്പലത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല രീതിയിൽ പ്രദക്ഷിണം ചെയ്യാം. നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം ചെയ്യാം, ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യാം, അതേപോലെ തന്നെ പുറംമതിലിന് പുറത്ത് പ്രദക്ഷിണം ചെയ്യാം, ക്ഷേത്രാധികാരത്തിൽ പ്രദക്ഷിണം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഈ ഓരോ പ്രദക്ഷിണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലം പറയുന്നത് നാലമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രദക്ഷിണത്തിനാണ്. അപ്പോൾ ആ പ്രദക്ഷിണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ഈ അകത്തെ ബലിവട്ടത്തിന് പുറത്തായിട്ടാണ്. അകത്തെ ബലിവട്ടത്തിന് ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ദേവന്റെ ശരീരമാണത്, ദേവന്റെ സൂക്ഷ്മ ശരീരമാണത്. ദേവന്റെ ഒരാളെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾക്ക് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട്. പലതരത്തിൽ സൂക്ഷ്മ ശരീരവും ഉണ്ട്, സ്ഥൂല ശരീരവും ഉണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്
അയാളുടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളാണ്. സ്ഥൂല ശരീരം എന്ന് പറയുന്നതാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ഭാഗം ദേവനെ സംബന്ധിച്ചിടത്തോളം ദേവന്റെ സൂക്ഷ്മമായിട്ടുള്ള ശരീരം എന്ന് പറയുന്നത് ഈ നാലമ്പലത്തിലെ അകത്തെ ബലിവട്ടത്തിന് ഉള്ളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ, ശരീരം എന്ന വാക്ക് തന്നെ ഉണ്ടാവുന്നത് ശീരമാണ സ്വഭാവമിതി ശരീരഹ എന്നാണ് പറയുന്നത്. ശീരമാണ സ്വഭാവമുള്ളതാണ് ശരീരം. എന്താണ് ശീരമാണ സ്വഭാവം എന്ന് പറഞ്ഞാൽ? എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിൽ എപ്പോഴും മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നത് ശരീരത്തിൽ ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് കോശങ്ങൾ ഉണ്ടാവുകയും ആയിരക്കണക്കിന് കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിൽ എപ്പോഴും കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തിന് നമ്മൾ പറയുന്നത് ശീരമാണ സ്വഭാവമുള്ളതാണ് ശരീരം. എന്തിനാണോ ശീരമാണ സ്വഭാവമുള്ളത് അതിനെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരം കൊണ്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീരമാണ സ്വഭാവമുള്ളതാണ് ശരീരം. ഈ ശരീരത്തിന് 6 അവസ്ഥകളുണ്ട് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശരീരത്തിന് 6 അവസ്ഥകളുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം സുഖദുഃഖ ഭോഗായതനം ശരീരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരീരം എന്ന് പറയുന്നത് ഒരു ആയതനമാണ്, ഒരു വീടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഖവും ദുഃഖവും അനുഭവിക്കാനുള്ള ഒരു വീട് മാത്രമാണ് ശരീരം. പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം, പഞ്ചീകരിക്കപ്പെട്ട പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. പഞ്ചീകരിക്കപ്പെട്ട പഞ്ചമഹാഭൂതങ്ങൾ, നമ്മൾ പഞ്ചമഹാഭൂതങ്ങളെ പറയാറുണ്ട്. പഞ്ചഭൂതങ്ങളാലാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, പഞ്ചഭൂതങ്ങളാലാണ്. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തത്വവിചാരങ്ങൾ പ്രകാരം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിതമാണ് എല്ലാ സാധനങ്ങളും. ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിതമായ ഈ ശരീരം എങ്ങനെയാണ്, ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം.